ഇന്ന് നാം കാണുന്നത് വളരെ പ്രശസ്തമായ ഒരു ബസലിക്കയാണ് കേട്ടോ. ബസലിക്ക ദി സാന്ത ക്രോച്ചെ ഇൻ ജെറുസലേമെ. ജെറുസലേമിലെ വിശുദ്ധ കുരിശിൻ്റെ ബസലിക്ക വിശുദ്ധ ഫിലിപ്പ് നേരി പ്രശസ്തമാക്കിയ പരമ്പരാഗത തീർത്ഥാടക യാത്രയുടെ ഭാഗമായ റോമിലെ 7 പള്ളികളിൽ ഒന്നാണ് ഈ ബസലിക്ക. യേശുവിൻ്റെ കുരിശിൻ്റെ ഒരു ഭാഗവും പീഡാനുഭവത്തിൻ്റെ മറ്റ് അവശിഷ്ടങ്ങളും സംരക്ഷിക്കുന്നതിനായിട്ടാണ് ഈ ബസലിക്ക നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വലിയ റിസർച്ചിപ്പ് കേന്ദ്രമായി നിലകൊള്ളുന്നത്. 2009 മുതൽ ഇടവകയുടെ പരിപാലനം റോമിലെ രൂപതാ പുരോഹിതന്മാർക്കാണ്. ഈ ബസലിക്കയ്ക്ക് വിശുദ്ധ വാതിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ജൂബിലി ദണ്ഡവിമോചനവുമായി ഇതിന് ബന്ധമില്ല. യേശുവിൻ്റെ കുരിശിൻ്റെ ഒരു ഭാഗവും പീഡാനുഭവത്തിൻ്റെ മറ്റ് അവശിഷ്ടങ്ങളും സംരക്ഷിച്ചിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സെപ്റ്റംബർ 14 വിശുദ്ധ കുരിശിൻ്റെ ഉയർത്തൽ തിരുനാളായി ഇവിടെ ആഘോഷിക്കപ്പെടുന്നു. ദിവസം തോറും നിരവധി തീർത്ഥാടകരാണ് ഇത് സന്ദർശിക്കാനായിട്ട് ഇവിടെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് തീർത്ഥാടകരുടെ ഒരു നീണ്ട നിര തന്നെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. മധ്യകാലഘട്ടത്തിലുടനീളം പ്രത്യേകിച്ച് നോയമ്പ് കാലത്ത് പശ്ചാത്താപ സ്വഭാവമുള്ള തീർത്ഥാടന കേന്ദ്രമായിട്ടായിരുന്നു ഈ ബസലിക്ക അറിയപ്പെട്ടിരുന്നത്. ഇത് തീർത്ഥാടകർ ഒരുപാട് സന്ദർശിക്കുന്ന മൈനർ ബസലിക്ക ആയതുകൊണ്ട് തന്നെ രാവിലെ 7:30 മുതൽ തന്നെ നമുക്കിവിടെ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. വൈകുന്നേരം 7 മണിക്ക് ഇത് അടയ്ക്കുകയുള്ളൂ.